നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതെ മാമ, മാമിയും കൂടി ഉണ്ടായിരുന്നതാ ഭാവനയുടെ ധൈര്യം. എനിക്ക് പിന്നെ എന്തിനാ വിളിച്ച ഭാവന അവിടെ നിൽക്കുന്നത്? അവർക്ക് ഇനി പോകുന്നൂടെ? ഭാവനയുടെ ഐഡിയ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. എന്തായാലും നോക്കാം. ഇനിയിപ്പോ അല്പം ശ്രദ്ധിച്ചിട്ടേ അജയൻ ഭാവനയോട് കളിക്കാൻ പോകും. അങ്ങനെ പറഞ്ഞു കളയണ്ടേട്ടാ, അയാൾ ചതിയനാ. ഇപ്പം ഭാവനയോട് ദേഷ്യം കൂടിയിട്ടേ ഉണ്ടാവുള്ളൂ. മാമൻ തന്നെ സൂര്യോടൊന്ന് പറഞ്ഞാ മതി ഭാവന ഇങ്ങോട്ട് തിരിച്ചു പറഞ്ഞയക്കാൻ. ആ നോക്കാമായേ. ഇപ്പോഴും മാനസയുടെ വയറ്റിൽ വളരുന്നത് മറ്റൊരാളുടെ കുഞ്ഞായിരിക്കുമെന്ന് സൂര്യൻ ഭാവനയും വിശ്വസിക്കുന്നില്ല. അത് അവരുടെ കുഞ്ഞ് തന്നെയാണെന്ന് അവരുടെ വിശ്വാസം. ഇനി എന്താണ് ആ മഹേന്ദ്ര ശർമ്മയുടെ നീക്കമെന്ന് നോക്കണം. എന്തായാലും അവർക്ക് അവരുടെ മകനെ തിരിച്ചു കിട്ടാതെ പിന്മാറില്ല. ഇനി അവര് ഭാവനയെ ഉപദ്രവിക്കോ? എന്നാ പിന്നെ ഞാൻ അവനെ കൊല്ലും. അങ്ങനൊന്നും വേണ്ടി വരില്ല സേതു, നമുക്ക് നോക്കാം. നീ വിഷമിക്കാതെ, നമ്മുടെ മുൻ തിരിച്ചു വരും. അവൻ നമ്മളെ പറ്റിക്കാൻ വേണ്ടി മാറി നിൽക്കുന്നതാവും. മാനസയും കൂടി കൈമലർത്തിയ സ്ഥിതിക്ക് ആ പ്രതീക്ഷയും പോയി മഹിയേട്ട. ഈശ്വര, എന്റെ മോനൊരു ആപത്തും വരുത്തല്ലേ. എന്റെ ബലമായ സംശയം മാനസ കള്ളം പറഞ്ഞതാണെന്ന്. അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് നമ്മുടെ സുനിലിന്റെ കുഞ്ഞ് തന്നെയാവും. അവളുടെ സംസാരത്തിൽ തന്നെ അത് വ്യക്തമാണ്. എനിക്കും ചില സംശയങ്ങളുണ്ട് മണി. അവിവാഹിതയായ മാനസ പറഞ്ഞതൊക്കെ കള്ളവാ. സുനിലിന്റെ കുഞ്ഞു തന്നെ ആവണം അവളുടെ വയറ്റിലുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്കിതിന്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കണം. എന്ത് വില കൊടുത്തും കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടെത്തും?